നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീൽ റൗണ്ട് ഓഫ് 16 മത്സരത്തിൽ നോർവേക്കെതിരെയാണല്ലോ കളിക്കാനുള്ളത്. നോർവേ അത്ര ചെറിയ മീനല്ല. നോർവേ ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. നോർവേ എന്നാൽ ഹാലൻഡ് മാത്രമല്ല, അതാദ്യം മനസ്സിലാക്കുക. നമുക്ക് ആദ്യം അവരുടെ താരങ്ങളെ ഒന്ന് പരിചയപ്പെട്ടിട്ട് അവരുടെ കളിരീതി എങ്ങനെയാണ്, അവരെങ്ങനെയാണ് പൊസിഷനിങ് എടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. നമുക്കറിയാം, ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ ബ്രസീൽ ഇപ്പോൾ ജപ്പാനെയൊക്കെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ ഐവറി കോസ്റ്റ് വരുമോ നോർവേ വരുമോ എതിരാളിയായിട്ട് എന്നുള്ള ചോദ്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നോർവേ വിജയിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ബ്രസീൽ ഇന്ന് വരെ നോർവേക്കെതിരെ ജയിച്ചിട്ടില്ല. 3 ഫ്രണ്ട്ലി മത്സരങ്ങളും ഒരു വേൾഡ് കപ്പ് മത്സരവുമാണ് ബ്രസീൽ കളിച്ചത്. 1998 വേൾഡ് കപ്പിൽ ബ്രസീൽ ടീമിൽ റൊണാൾഡോയും റിവാൾഡോയും ബെബറ്റോയും ഒക്കെയുള്ള കാലത്താണ് ഏറ്റുമുട്ടിയത്. മറുഭാഗത്ത് ടോർ ആന്ത്രേ ഫ്ലോ എന്ന സൂപ്പർ താരമുണ്ടായിരുന്നു. അന്ന് ബ്രസീൽ 2-1 അവരോട് പൊട്ടിയതാണ്. ഇതുവരെ ആകെ 4 കളികൾ ബ്രസീൽ നോർവേയുമായിട്ട് കളിച്ചതിൽ 2 ജയം നോർവേക്ക്, 2 സമനില. ബ്രസീൽ ഒറ്റ കളിയും ജയിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഓർക്കണം. നോർവേയുടെ ഈ വേൾഡ് കപ്പിലെ മുന്നോട്ടുള്ള പോക്കിൽ ഇറാഖിനെയും സെനഗലിനെയും അവർ തകർത്തു. പക്ഷേ ഫ്രാൻസിനെതിരെ അവരുടെ കീ പ്ലെയേഴ്സിനെ വിശ്രമം അനുവദിച്ച് കളിച്ചു. അവർ പരാജയപ്പെട്ടു. അവർ പക്ഷേ നോക്കൗട്ട് സ്റ്റേജിന് വേണ്ടി എർലിംഗ് ഹാലൻഡ് അടക്കമുള്ളവരെ പ്രിസർവ് ചെയ്യുകയായിരുന്നു. റൗണ്ട് ഓഫ് 32 അവർ ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവരുടെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം മറ്റാരുമല്ല, അത് എർലിംഗ് ഹാലൻഡ് തന്നെയാണ്. അവരുടെ ടീമിൻ്റെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള വെപ്പൺ എർലിംഗ് ഹാലൻഡാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സെൻട്രൽ ഫോർവേഡിനെ കുറിച്ച് നമ്മൾ അധികം പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം അതേ മികവ് നോർവേയുടെ ടീമിലും പുറത്തെടുക്കുന്നതെന്ന് എത്ര പേർക്കറിയാം? 52 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 60 ഗോളുകളാണ് അദ്ദേഹം നോർവേക്ക് വേണ്ടി നേടിയിട്ടുള്ളത്. അതൊരു വല്ലാത്ത കണക്കാണ്. പക്ഷേ ഹാലൻഡ് ബ്രസീലിയൻ ടീമിന് എത്രത്തോളം വെല്ലുവിളിയാവും എന്നുള്ളത് കണ്ടറിയണം. കാരണം മറുഭാഗത്ത് അദ്ദേഹത്തെ നന്നായിട്ട് നേരിട്ട് പരിചയമുള്ള താരങ്ങളുണ്ട്. ഗബ്രിയൽ മെഗല്ലസ്, ആഴ്സണലിൻ്റെ ഗബ്രിയൽ മെഗല്ലസ്. അവർ തമ്മിലുള്ള സംഭവ വികാസങ്ങൾ പ്രീമിയർ ലീഗിലെ മാച്ച് ഡേകളിലൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു റിവൽറി ഇവിടെയും ഒരു പക്ഷേ കണ്ടേക്കാം. അത് കൂടാതെ തന്നെ അദ്ദേഹത്തെ നേരിട്ട് പരിചയമുള്ള ലിവർപൂളിൻ്റെ ഗോൾ കീപ്പറായിട്ടുള്ള ആലീസൺ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാസമിറോ, ന്യൂ ക്യാസിലിൻ്റെ ബ്രൂണോ ഗുയിമേറസ്, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഹാലൻഡിനെ എങ്ങനെ നേരിടണമെന്ന് നല്ല ധാരണയുണ്ട്. പിന്നെ ഹാലൻഡിനൊപ്പം സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അത് എഡേഴ്സനാണ്. സിറ്റിയിലായിരുന്നല്ലോ, ഇപ്പോൾ അദ്ദേഹം ഫെനർബാഷയിലേക്ക് പോയി എന്ന് മാത്രം. അപ്പോൾ നല്ല പരിചയമുണ്ട്. ഇനി ഹാലൻഡിൽ മാത്രം ചുറ്റിത്തിരിഞ്ഞ് നിൽക്കണ്ട. അവരുടെ ടീമിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മധ്യനിരയിൽ വഹിക്കുന്നത് ഒഡേഗാർഡാണ്. ഒഫൻസീവായിട്ടുള്ള അറ്റാക്കുകൾക്കുള്ള പാസുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് മാർട്ടിൻ ഒഡേഗാർഡിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് കണ്ടിട്ടാണ് റയൽ മാഡ്രിഡ് ചെറിയ പ്രായത്തിൽ താരത്തെ പൊക്കിയത്. പക്ഷേ അദ്ദേഹം ശരിക്കും ഫ്ലറിഷ് ചെയ്തത് ആഴ്സണലിലാണ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഹാലൻഡിന് അവസരങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഒഡേഗാർഡിൻ്റെ മികവ് കൂടിയാണ്. മറ്റു പ്രധാനപ്പെട്ട താരങ്ങൾ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ സ്ട്രൈക്കർ അലക്സാണ്ടർ സോർലോത്ത്, അതുപോലെ തന്നെ ബെൻഫിക്കയുടെ മിഡ്ഫീൽഡർ ഫെഡറിക് ഔൾസ്നേസ്, പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ വളർന്നു വന്ന് ഇപ്പോൾ ഫുൾഹാമിലുള്ള ഓസ്കാർ ബോബ്, ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ അവരുടെ ടീമിലുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അവരൊക്കെ ഫസ്റ്റ് ലെവലിൽ ഇറങ്ങുമോ എന്നുള്ളപ്പോൾ ഓസ്കാർ ബോബൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലൊക്കെയാണ് വരാറുള്ളത്. എന്നാൽ പോലും ആ താരങ്ങളൊക്കെ അവരുടെ സ്ക്വാഡിലുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു വേൾഡ് കപ്പ് ഹിസ്റ്ററി 1998 ശേഷം അവർ കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം അവർ തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ജനറേഷന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യവും പ്രത്യേകതയും ഒക്കെ ഉണ്ട് എന്നർത്ഥം. സോ ബ്രസീൽ എങ്ങനെ അവർക്കെതിരെ കളിക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. ഇനി അവരുടെ ഒരു കളിരീതിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് നമ്മൾ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഫോർമേഷൻ എന്നുള്ളത് 4-3-3 ഫോർമേഷനാണ് സാധാരണഗതിയിൽ അവരുണ്ടാവാറുള്ളത്. വേണമെങ്കിൽ 4-2-1-3 എന്നും വേണമെങ്കിൽ പറയാം. ആ രൂപത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഗോളടിക്കാനുള്ള ചുമതല തീർച്ചയായിട്ടും എർലിംഗ് ഹാലൻഡിനാണ്. ഹാലൻഡ് മാത്രമല്ല അത് ചെയ്യാറുള്ളത് എന്നുള്ളത് മറ്റൊരു കാര്യം. സോ എർലിംഗ് ഹാലൻഡ് അവരുടെ ഫോക്കൽ പോയിൻ്റ് ആയിട്ടുണ്ടാകും. ഇരു പാർശ്വങ്ങളിലായിട്ട് അലക്സാണ്ടർ സോർലോത്തും പിന്നെ നോർവീജിയൻ നെയ്മർ എന്ന് വിളിപ്പേരുള്ള അന്റോണിയോ ന്യൂസ ഇടത് പാർശ്വത്തിലുണ്ടാവും. അപ്പോൾ മുന്നേറ്റ നിര ശക്തമാണ് എന്നർത്ഥം. ദെൻ അവർക്ക്
നിരന്തരം പന്തെത്തിക്കാൻ അറ്റാക്കിംഗ് മൂവുകളൊക്കെ എപ്പോഴും സംഭവിക്കുക മാർട്ടിൻ ഒഡേഗാർഡിലൂടെ ആയിരിക്കും. സോ ഒഫൻസീവ് ബിൽഡപ്പ് എസെൻഷ്യലി അദ്ദേഹത്തിലൂടെ ആയിരിക്കും കടന്നു പോവുക. പലവട്ടം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആഴ്സണലിൽ ഒക്കെ അദ്ദേഹം കളിക്കുമ്പോഴും മറ്റുമൊക്കെ ആയിട്ട് എന്താ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ കളിക്കുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി പുറകോട്ടൊക്കെ ഇറങ്ങി ബോളൊക്കെ എടുത്ത് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഈവൻ വിത്ത് ദി എക്സലൻറ്റ് പാട്രിക് ബർഗ് അവരുടെ ടീമിൽ മിഡ്ഫീൽഡ് ഒരു ഓപ്ഷനാണ് എന്ന കാര്യം കൂടി നോക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകളും അസിസ്റ്റുകളും ഒക്കെ പിറക്കും. അപ്പോൾ മധ്യനിരയിൽ അറ്റാക്കിന് സഹായിക്കാൻ ആളുകളുണ്ട് എന്നർത്ഥം. ഇനി ഡിഫെൻസീവ് ഫേസിലേക്ക് അവർ മാറുമ്പോൾ 4-1-4 ഫോർമേഷനിലേക്ക് അവർ മാറും. അങ്ങനെയാണ് അവർ സാധാരണ കളിക്കാറുള്ളത്. അപ്പോൾ അതിൽ സാൻഡർബർഗ് അതായത് ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയിലുള്ള ഒരു ലിങ്കായിട്ട് അദ്ദേഹം ഇൻ ബിറ്റ്വീൻ ദി ഡിഫെൻസീവ് ലൈൻസ് അദ്ദേഹം ഉണ്ടാവും. പക്ഷേ ഈ ടീമിൻ്റെ ഒരു പ്രത്യേകത കോൺസ്റ്റൻ്റ്ലി ഹൈ പ്രസ്സിങ് നടത്തുന്ന ഒരു ടീമല്ല. ഓൺ ദി കോൺട്രറി അവർ വളരെ കംഫർട്ടബിളായിട്ട് ലോ ബ്ലോക്കിൽ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, വെൽ ഓർഗനൈസ്ഡ് ലൈൻസിൽ അങ്ങനെ നിൽക്കുക, കിട്ടുന്ന അവസരങ്ങളിൽ തങ്ങളുടെ കിടലൻ മുന്നേറ്റ നിര ഉപയോഗപ്പെടുത്തി ഗോളടിക്കുക. ഇതാണ് അവർ പൊതുവെ ചെയ്യാറുള്ളത്. അപ്പം ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ചില താരങ്ങൾ അവരുടെ ബെഞ്ചിലും ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ടീം എന്ന നിലയിൽ അവർ മികച്ച പ്രകടനം നടത്തുന്നു. അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഓൺ ദി ബെഞ്ച് അവർക്ക് ഈ പറയുന്ന പോലെ സ്റ്റാൻഡ് ഔട്ട് പ്ലെയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ താരങ്ങളാണ്. ഓസ്കാർ ബോബ്, അതുപോലെ തന്നെ ആൻഡ്രേ ഷൂഡ്രിപ്പ്, പിന്നെ ജോർഗൻ സ്റ്റാൻ ലാർസൻ, ഇങ്ങനെയുള്ള താരങ്ങൾ അവർക്കുണ്ട്. അവരെ വേണമെങ്കിൽ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനും പറ്റും. പിന്നെ മറ്റൊരു താരം ഹൂലിയൻ റയസനാണ്. അദ്ദേഹം ഇപ്പം പരിക്ക് പറ്റിയത് കൊണ്ട് ബൊറൂസിയ ഡോട്ട്മണ്ടിൻ്റെ കളിക്കാരനാണ്. അദ്ദേഹം കഴിഞ്ഞ കളി ഐവറി കോസ്റ്റിനെതിരെ കളിച്ചില്ല. സെൻട്രൽ ബാക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ അതുകൂടാതെ തന്നെ അവർക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ഇപ്പം മാർക്കസ് പെഡേഴ്സൺ, അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് നല്ല പ്ലെയേഴ്സ് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. ഇൻ ഷോർട്ട്, നോർവേ എന്ന് പറഞ്ഞാൽ മുന്നേറ്റത്തിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള ടീമാണ്. എതിരാളികൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കാൻ ടാലൻ്റുള്ള ടീമാണ്. മധ്യനിരയിലും മുന്നേറ്റത്തിനെ സഹായിക്കാൻ കെൽപ്പുള്ളവരുണ്ട്. പക്ഷേ ഡിഫെൻസീവ്ലി അവർക്ക് വൾനറബിലിറ്റി ഉണ്ട്. മിഡ്ഫീൽഡിലും ഡിഫെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവർ കുറവാണ്. പുറകോട്ടിറങ്ങി ഡിഫൻസിനെ സഹായിക്കാൻ കപ്പാസിറ്റി ഉള്ളവർ കുറവാണ് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. പക്ഷേ അവർ നല്ല രൂപത്തിൽ ഓർഗനൈസ് ചെയ്ത് നല്ല രൂപത്തിൽ പൊസിഷനിങ് എടുത്തിട്ടായിരിക്കും ഗ്രൗണ്ടിൽ നിൽക്കുക. അത് പൊളിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നോർവേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ പല താരങ്ങളും യൂറോപ്പിലെ മേജർ ലീഗുകളിലൊക്കെ കളിക്കുന്നവരാണ്. വമ്പൻ പോരാടി പരിചയമുള്ളവരുമാണ്. അപ്പോൾ അത്ര ഈസിയല്ല ബ്രസീലിന് നോർവേ നേരിടുമ്പോൾ. പക്ഷേ കാർലോ അഞ്ചലോട്ടിയിൽ ബ്രസീലിൻ്റെ ആരാധകർക്ക് വിശ്വാസമുണ്ട്. നോർവേ പോരാടുമെന്ന് അവരുടെ ക്യാപ്റ്റനും പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.